ഞാൻ ചോദിക്കട്ടെ, മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇയാളെ വെച്ച് പടം ചെയ്യാൻ ഇനിയും നിർമ്മാതാക്കൾ മുമ്പോട്ട് വരും. ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? കൗതുക ലേശം കൂടുതലാണ്. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ പെണ്ണെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ഇതൊക്കെ ചെറുത്. ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു? ഒരു നിമിഷം ചിന്തിക്കണം. അണ്ണനെ പോലെ ഇത്രയും ഗാംഭീര്യമുള്ള ആള് വല്ലവരെയും വാലാകുന്നൊക്കെ വൃത്തിയടല്ലേ. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എത്ര കൊല്ലായി വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. എന്താ ഇത്രയും പോരെ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്. അതാണിപ്പോ നമ്മൾ കണ്ടത്. ഇത് മറ്റേല്ല, അത് ചവിട്ടി കണക്കല്ലടാ. നമ്മളെപ്പോഴും ഈ കോടതിയും അങ്ങനെ തന്നെയാണല്ലോ പ്രതീക്ഷിച്ചത്. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ഇത് തന്നെയായിരിക്കും ഇനി അടുത്ത കോടതിയിലും പ്രതീക്ഷിക്കുന്നത്. സത്യത്തിന്റെ ബീഭത്സമായ മുഖം നീ എവിടെ കണ്ടു? ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല.